നമ്മുടെ കൂടെയുള്ള ആളുകൾ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ. ഫോർ എക്സാമ്പിൾ, വളരെ ദേഷ്യപ്പെടുക, എപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കുക, എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കുക, അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പോലും ചെയ്യാനുള്ള താല്പര്യമില്ലായ്മ എന്നിങ്ങനെയുള്ള ഒരുപാട് സിംറ്റംസ് നമ്മൾ അവരിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ആയേക്കാം. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു മാനസികാവസ്ഥയാണ്. ഇതിന് കാണുന്ന സിംറ്റംസ് ആണ് എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ തർക്കിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ തന്റെ വേൾഡൊക്കെ സ്റ്റക്ക് ആയതുപോലെ തോന്നുക, എപ്പോഴും ഒറ്റയ്ക്കിരിക്കുക, കുഞ്ഞിനോട് പോലും ഒരു ഇഷ്ടമില്ലായ്മ എന്നിങ്ങനെ സിംറ്റംസ് ഒക്കെ അവർ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ ബ്ലെയിം ചെയ്യാതെ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട സ്നേഹവും സപ്പോർട്ടും കെയർ ഒക്കെ ഒന്ന് കൊടുത്തു നോക്കുക. ഒരിക്കലും അവർ ബ്ലെയിം ചെയ്യരുത്. അവരെ ബ്ലെയിം ചെയ്യുന്ന സമയത്ത് ഈ ഒരു അവസ്ഥ അവരിൽ കൂടുതലാവുകയും നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരുപാട് ന്യൂസ് ഉണ്ട് അല്ലെ, അമ്മ കുഞ്ഞിനെ കൊന്നു അല്ലെങ്കിൽ അമ്മ കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്നൊക്കെ ഒരുപാട് ന്യൂസ് കേൾക്കാറുണ്ട്. അതൊരിക്കലും അവർ സ്വഭാവത്തോടു കൂടി ചെയ്യുന്നതല്ല, അവരുടെ ഈ മാനസികാവസ്ഥ കാരണം കൊണ്ട് അവർ ചെയ്തു പോകുന്നതാണ്. സോ ഒരിക്കലും അവരെ ബ്ലെയിം ചെയ്യാതെ ചേർത്ത് നിർത്താൻ വേണ്ടി ശ്രമിക്കുക. ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടാൻ വേണ്ടി ശ്രമിക്കുക. സോ ഡോണ്ട് ബ്ലെയിം ദം. താങ്ക് യു.